നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കാണാതായ ശബരിമലയിലെ ദ്വാരപാലക പീഠം സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കള്ളൻ കപ്പലിൽ തന്നെ. ഇനി അറിയേണ്ടത് ഇതിനു പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്നാണ്. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും താൽക്കാലികമായി പ്രതിക്കൂട്ടിൽ നിർത്തുക മാത്രമായിരുന്നോ? അതിലപ്പുറം മറ്റെന്തെങ്കിലും വലിയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുക എന്നത് ലക്ഷ്യമായിരുന്നു? അങ്ങനെ സംശയങ്ങൾ പലതാണ്. ശബരിമലയിലെ ദ്വാരപാലക പീഠം കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പീഠം സമർപ്പിച്ച സ്പോൺസർ എന്ന് അവകാശപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് താൻ നൽകിയ സ്വർണ്ണപീഠം ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിൽ ഇപ്പോൾ ഇല്ലെന്നും കാണാതെ പോയെന്നുമൊക്കെ പറഞ്ഞത്. അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് ഒടുവിൽ പീഠം പിടിച്ചെടുത്തത്. സ്വന്തമായി അടിച്ചു മാറ്റിയിട്ട് പരാതി നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സർക്കാരും ദേവസ്വം ബോർഡും ഒരുപോലെ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുമ്പോൾ ശബരിമലയിൽ സ്വർണ്ണമോഷണം നടക്കുന്നുവെന്ന വാർത്ത വരുത്താനുള്ള ശ്രമം മാത്രമായിരുന്നോ ഇത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ തന്നെയാണോ? മുമ്പും ദ്വാരപാലക ശില്പം സ്വർണം പൂശലിൻ്റെ പേരിൽ വലിയ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ? പലതരം സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് മലപ്പുറത്തുനിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ അഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പറഞ്ഞത് താൻ കൊടുത്ത സ്വർണ്ണ പീഠം അവിടെ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു. സർക്കാർ സ്വർണം അടിച്ചു മാറ്റി, ദേവസ്വം ബോർഡ് അടിച്ചു മാറ്റി, അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ വരുന്നു. ഇപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണ്ണ പീഠം കണ്ടെടുക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് പിടിക്കപ്പെടുമെന്ന് സാധാരണഗതിയിൽ അറിയേണ്ടതാണ്. ഇനി അറിയാതെയാണോ അതോ മറ്റെന്തെങ്കിലും വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ? എന്താണ് താങ്കൾ കരുതുന്നത്? ശ്രീ കുഞ്ഞഹമ്മദ് പറയാം. സ്വർണം ഇപ്പൊ ഈ വിലയുള്ള കാലത്ത് ആരെ കജ്ജ കിട്ടിയാലും അത് എവിടുത്തെ പോയിന്ന് കാണൂല. ഹലോ, പറഞ്ഞോളൂ. അതെ സാറേ, സ്വർണത്തിന് ഇപ്പൊ ഇത്രയും വലിയ വിലയുള്ള കാലം, അതുകൊണ്ട് അത് ആരും അടിച്ചു മാറ്റിന്നൊന്നും ഇപ്പൊ പറയാൻ കഴിയൂല. അറിയാം, സ്വർണം വെച്ച സ്ഥലമൊക്കെ നല്ലോണം സൂക്ഷിക്കേണ്ട ഒരു കാലം ഇപ്പൊ വരാൻ പോകുന്നത്. ശരി, ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം കൂടിയായിരുന്നു. അവിടെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞുവെന്നും അതിൽ അനുമതി വാങ്ങിയില്ല എന്നുള്ളത്. അതിനിടയിൽ സ്വർണ്ണപീഠം, താൻ കൊടുത്ത സ്വർണ്ണപീഠം, താനാണ് സ്പോൺസർ എന്നും താൻ കൊടുത്ത സ്വർണ്ണപീഠം കണ്ടില്ല എന്നുമൊക്കെ പറയുന്നു. ഒടുവിൽ പരാതിക്കാരൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണ്ണപീഠം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന താങ്കൾ സംശയിക്കുന്നുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഏത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിലും നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം എന്നുള്ള ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. അത് ശക്തിയായിട്ട് നോക്കുക തന്നെ ചെയ്യും. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതാണ്. മൂന്നാമത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരാൻ പോവുക കേരളത്തിൽ. അതിന്റെ ഒരു വെപ്രാളായി കാണിക്കുന്നത് ഈ സുകുമാരൻ നായരുടെ വീട്ടിൽ വരിയായിട്ട് കോൺഗ്രസ്സുകാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നതിന് ശേഷമാണ് ഇതെല്ലാം വരുന്നത്. ഈ വിശ്വാസികളൊപ്പരാണ് ഞാനൊരു വിശ്വാസിയല്ല, വിശ്വാസികളൊപ്പം ഉണ്ടാവും. അതാ എനിക്ക് പറയാനുള്ളത്. ശക്തമായ അന്വേഷണം ഈ ഗവൺമെന്റ് നടത്തും. പോറ്റിയല്ല, ആരായാലും ഏതൊന്നിനായാലില്ല, നിയമത്തിന്റെ പേരിൽ കൊണ്ടുവന്നെ ചെയ്യും. ഇയാളെ കയ്യിൽ ഈ സാധനം ഉണ്ടായിട്ട് ഇതൊരാൾ പിടിച്ചിട്ട് പറഞ്ഞോ? ഇപ്പൊ കോടതി ഇടപെട്ടതെല്ലാം കൂടി രണ്ടാമത് കുത്തിപ്പൊളിച്ച് കൊണ്ടുവന്നതാ. ശക്തിയായിട്ട് ഇടപെടും ഗവൺമെന്റ്. ഇത്തിരി എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കൾ അപ്പുറം വ്യക്തമാണ്. ശ്രീ ജോസഫാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ജോസഫ്, ഒരാൾ പറയുന്നു താൻ കൊടുത്ത സ്വർണ്ണപീഠം അവിടെ ഇല്ല, താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് പറയുന്നത്, അത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, സ്ട്രോങ് റൂമിലെങ്ങും ഇല്ല എന്ന് പറയുന്നു. ഒടുവിൽ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിൽ സ്വർണ്ണപീഠമുണ്ട്, അത് മറ്റൊരാളുടെ കയ്യിലായിരുന്നു. അവിടെ നിന്ന് അയാൾ ഈ വിഷയം അറിഞ്ഞ് മടക്കി കൊടുക്കുന്നു. അയാൾ പിന്നീട് സഹോദരിയുടെ വീട്ടിൽ കൊടുക്കുന്നു. ഇപ്പോൾ പറയുന്നു തനിക്ക് അത് ഉണ്ടായിരുന്ന കാര്യം അറിയില്ല, ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഈ കണ്ടിച്ച് മാറ്റി എന്തെങ്കിലും അദ്ദേഹം അറിയാവുന്ന പോത്തില്ലല്ലേ. ഒരു അമ്പലത്തിലെ പോറ്റി അറിയാതെ അമ്പലത്തിനകത്ത് ഒരു മണി നെല്ല് പോലും പോത്തില്ല. അങ്ങനെയൊന്നുമില്ല. ദേവസ്വം ബോർഡ് ഇതിലെ സെക്രട്ടറിക്ക് ഇതിന് ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് നോക്കിയില്ല. അദ്ദേഹത്തിന് ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ള വിഷയം. ഞങ്ങളൊരു ക്രിസ്ത്യനാണ്. പള്ളിയിൽ നിന്ന് ഒരു സാധനം പോയാൽ അച്ഛനും അതിലിരിക്കുന്ന കൈക്കാരന്മാരും കണക്കന്മാരും എല്ലാം ഉത്തരവാദി. അതുപോലെ തന്നെ അദ്ദേഹം ഉത്തരവാദി തന്നെ. അദ്ദേഹത്തിന് പിടിക്കപ്പെട്ടവർ അദ്ദേഹം കഴിഞ്ഞു.
ശരി, ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടക്കുന്നത് പ്രഖ്യാപിക്കുമ്പോഴാണ് ഈ സ്വർണ്ണപീഠം മോഷണത്തിൻ്റെ കഥയൊക്കെ വരുന്നത്. ഇപ്പോൾ അത് പരാതി പറഞ്ഞ ആൾ തന്നെയാണ് യഥാർത്ഥത്തിൽ കള്ളൻ കപ്പൽ തന്നെയാണ് എന്ന് തെളിയുന്നു. അതിനപ്പുറം ഇതിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ? മറ്റ് ഗൂഢാലോചനകളൊന്നുമില്ല സാറേ. ഇത് കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടോ? ഇല്ലാത്ത അവസ്ഥയല്ലയോ? ആ ശബരിമല എന്ന് പറഞ്ഞ ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമല്ലേ. അപ്പൊ അവിടെ എന്തായാലും ആ ഭാഗങ്ങളെല്ലാം മൊത്തത്തിൽ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ഒരു പക്ഷെങ്കിൽ ക്യാമറ ഓഫാക്കിയിട്ട് പോലും അവിടെ പണം കൊള്ളയടിക്കത്തപ്പ ചില കൂട്ടരുണ്ട്. അപ്പൊ അത് പിടിക്കപ്പെടുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. എവിടെ നോക്കിയാലും ക്യാമറ കാണും. എന്തുകൊണ്ടെങ്കിലും പിടിക്കാം. പക്ഷെ ക്യാമറ ഓഫാക്കിയിട്ട് ചില ആളുകൾ അങ്ങനെ പണം കൊള്ളയടിക്കുന്നവരുമുണ്ട്. അത് പിടിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലും ചില സംഭവങ്ങളുണ്ട്. ഇപ്പം തന്നെ കാറുകളൊക്കെ പിടിക്കുന്നില്ലേ, മമ്മൂട്ടിയുടെ മോന്റെ എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങളും അഴിമതികളും സുഹൃത്തും എല്ലാം അതിനകത്തുണ്ട്. ഇത്രയും നല്ലൊരു തീർത്ഥാടന കേന്ദ്രത്തെ ഇത്രമാത്രം ഇങ്ങനെ അവഹേളിച്ച് കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ശരി, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ സ്വർണ്ണപീഠം കാണാതെ പോകുന്നു, ദ്വാരപാലകൻ്റെ സ്വർണ്ണപ്പാളി വെച്ചത് അതിൽ കുറവുണ്ടാകുന്ന വിഷയം വരുന്നു. ആ കൂടി സംശയത്തിൻ്റെ നിഴലിങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒടുവിൽ കാണാതായെന്ന് പറഞ്ഞ സ്വർണ്ണപീഠം ഈ പരാതി പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പിന്നിൽ മറ്റ് ഗൂഢാലോചനയുണ്ടോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഇതിന്റെ പിന്നിൽ മറ്റൊരു ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതിൽ ഒരു സംശയമാണ്. കാരണം ഇപ്പോൾ അവിടെ അയ്യപ്പ സംഗമം നടത്തിയല്ലോ, അത് കുറെ കൂട്ടർക്ക് പറ്റാതെ വന്നു. അത് കുറെ കൂട്ടർ അതിന് എതിർപ്പും വേറെല്ലാം പ്രകടിപ്പിച്ചു. പിന്നെ നമ്മളെ സുകുമാരൻ നായരെ ഒറ്റപ്പെടുത്തി. ഇപ്പൊ അവിടെ നടവ് പറഞ്ഞാണ്ട് എല്ലാവരും ഇങ്ങോട്ട് തന്നെ വിളിച്ചാൻ പോവുകയാണ് ആൾക്കാർ. അപ്പോ കോടതി പറഞ്ഞാണ് അത് കിട്ടിയിട്ട് എവിടെയും കൊടുക്കാതെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടും. അത് കിട്ടിയിട്ട് അതിന്റെ ആളെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതിന് തീർച്ചയായിട്ടും സ്വർണ്ണപീഠം കിട്ടി. ആ, പിന്നെ ഒരു സാധനം കൂടി കിട്ടാണ്ടല്ലോ, സ്വർണം അല്ലേ സാറേ? അല്ല, അത് സ്വർണ്ണപ്പാളി മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കം പ്രശ്നങ്ങളൊക്കെയാണ്. അതിന് തിരിച്ചു കിട്ടുക എന്നുള്ളതല്ല. അതിൽ നേരത്തെ ഇളക്കിയതുമായി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കിലോയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിന് സ്വർണത്തിന്റെ മാത്രമാണോ അതിന്റെ ചെമ്പിന്റെ വ്യത്യാസമാണോ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. അങ്ങനെ പറഞ്ഞു. ആ, അപ്പൊ എന്തായാലും ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമലയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മോഷണ വിവാദം ഉണ്ടാക്കിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട് കിരണേ. കാരണം ഇത് പത്മകുമാർ പ്രസിഡന്റായി ഇരുന്ന സമയത്ത് പോയ സാധനമാണ്. ഇത്രയും കാലം ഇതേപ്പറ്റി യാതൊരു അറിവുമില്ലായിരുന്നല്ലോ. ഹലോ, പറഞ്ഞോളൂ. ഇത്രയും കാലമായിട്ടും യാതൊരു അറിവില്ലായിരുന്നു. ഇപ്പം അത് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ ഇത് രംഗത്ത് ഇറങ്ങിയത് കൊണ്ടുവന്ന. കാരണം ഇതിന്റെ പിന്നിൽ അയാളുടെ സഹോദരന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടിയത്. അതെ, അദ്ദേഹം ഇറങ്ങിയതുകൊണ്ടായി ഇതിന്റെ പിന്നിൽ. അദ്ദേഹം ഇറങ്ങിയതുകൊണ്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കേട്ടവർക്ക് അദ്ദേഹം എന്തോ മഹത്തായ കാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് അതവിടെ കൊണ്ടുവച്ചത്. അത് 25-ാം തീയതി അങ്ങനല്ലേ, 15-ാം തീയതി. അതാ പറഞ്ഞത്. അപ്പൊ മോഷണം പോയെന്ന് പരാതി പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ സാധനം കിട്ടിയത്. അത് തന്നെ. ഇതല്ല അവിടുത്തെ സ്വർണം. ആ സ്വർണം നോക്കാം, എത്ര കിലോയുടെ കുറവ് സ്വർണം. ഒരു ഈ പൂശലല്ല, അല്ലാതുള്ള സ്വർണം എത്ര കിലോയുടെ കുറവുണ്ടെന്ന് അത് തൂക്കി നോക്കി അറിയാൻ പറ്റും. ഇതിന്റെ പിന്നില എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബോർഡ് മെമ്പറുണ്ട്. അവിടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ് കിടക്കുന്നതാ. അപ്പൊ അതെന്തായെന്ന് പിന്നെ യാതൊരു പിടുത്തമില്ലാതിരിക്കുക. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുന്നുണ്ടേ അവിടെ നല്ല രീതിയിൽ മോഷണം നടക്കുന്നുണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയായി ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇറങ്ങി പുറപ്പെട്ടതെന്നാണ് എന്റെ കണക്കുകൂട്ടലും. ശരി, താങ്കൾ അങ്ങനെ കരുതുന്നു. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, എന്തായാലും പത്തനംതിട്ടക്കാരനായ താങ്കൾ സ്വാഭാവികമായും ശബരിമല അമ്പലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്വർണ്ണപീഠം തന്നെ കാണാതെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും എങ്ങനെ അത് കാണാതെ പോയി, ഇനി ആരാണ് ഇത് അടിച്ചു മാറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഈ കാണാതെ പോയി എന്ന് പറയുന്ന ആളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ അത് കണ്ടെത്തുന്നു. നമസ്കാരം. നമസ്കാരം സാർ, ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുൻ പ്രസിഡന്റിനെ, മുൻ ദേവസ്വം ബോർഡ് ജീവനക്കാരെയും
നുണപരിശോധനയ്ക്ക് ഹാജരാക്കണം. ഇത് നുണപരിശോധനയ്ക്ക് ഹാജരായി കഴിഞ്ഞാൽ ഈ സംഗതി എല്ലാം വെളി വരും. ഇതിനകത്തെ ഉണ്ണികൃഷ്ണനും അറിയാം. അദ്ദേഹത്തെയും നുണപരിശോധനയ്ക്ക് ഹാജരാക്കി കഴിഞ്ഞാൽ എല്ലാം തത്ത പറയുന്ന പോലെ പറയും. പക്ഷെ ആരന്വേഷിക്കും ഇത്? ആരാ ഇതിന് പുറകെ ഇറങ്ങും? ഈ സർക്കാർ ഇറങ്ങും. കേന്ദ്ര BJP വരെയും സർക്കാരാകും. BJPയും കമ്മ്യൂണിസ്റ്റുകാരും ഇതിനകത്ത് വൺ സൈഡുണ്ട്. അല്ലെ, ഇത് കോടിക്കണക്കിന് രൂപ ഞങ്ങളൊക്കെ പോയിട്ടുള്ളതല്ലേ, കോടിക്കണക്കിന് മനസ്സാറുമൊക്കെ പോയി കാണും. കോടിക്കണക്കിന് രൂപയല്ലേ ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അഴിമതി എന്ന് പറഞ്ഞാൽ പക്ക അഴിമതി. എന്നിട്ട് ഇതിനെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തി. ഞാൻ പറഞ്ഞിട്ട് ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുട്ടൻ, എൻ്റെ ഒരു സംശയം, ഈ അവിടെ നിന്ന് സ്വർണ്ണപ്പാളി പോയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒക്കെയാണ്. ദേവസ്വം ബോർഡിനാണ്, പരോക്ഷമായി സർക്കാരിന് കൂടിയാണ്. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവം വരുന്നത്. പക്ഷേ ഈ പരാതി പറഞ്ഞ ആളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് സാധനം കിട്ടിയത്. അപ്പോൾ ഈ പരാതി പറഞ്ഞ ആൾ തന്നെയാണ് ഇത് അടിച്ചുകൊണ്ട് പോയത് എന്നുള്ളത് വ്യക്തമല്ലേ? ശരിയാണ്. അവിടെ മുതൽ അന്വേഷിക്കണം. അവിടെ മുതൽ ആദ്യം എന്തായാലും സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സർക്കാരിന്റെ ഒരു പരിപാടി പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമോ? സർക്കാരിന്റെ പരിപാടി പൊളിച്ച് ആരാ? ഇവർ ആകെ പാടെ പൊളിഞ്ഞു കിടക്കുന്ന സർക്കാർ. ഇനി അവരെ ആര് പൊളിക്കാൻ ചെല്ലാനാ? ഇതിപ്പോ ഇത് അന്വേഷിക്കുക. നമുക്ക് ഇത് അവര് പിന്നെ സർക്കാരിന്റെ കാര്യം എന്തായാലും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണത്തിനും ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ശ്രീ ശശിയാണ്, കുറ്റ്യാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശശി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാന് ഇത് ഇപ്പൊ നിങ്ങളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കാണ്. ഇതിപ്പോ ഈ ഒരുപാട് വിശ്വാസികള് ഈ ഒരു ചെറിയ പൈസ കൊണ്ടും കോടാനുകൂടി കൊണ്ടും വരുന്ന സ്ഥലമാണ് ശബരിമല. അത് ആന്ധ്രയിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും ആരായാലും കേരളത്തിലുള്ള ആളുകളെ പോലെ വിശ്വാസികളെ അവിടെ എന്തെങ്കിലും ചെറിയ ഒരു പൈസ മാത്രം അവിടെ നിശ്ചയിക്കും. പക്ഷെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നീ സ്റ്റേറ്റുകളിൽ വരുന്ന വിശ്വാസികളാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഈ കാര്യങ്ങളും കുറെ എല്ലാം ചെയ്യുന്നത്. ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് ഇത് നോക്കിയില്ല? കൊണ്ടുപോകുമ്പം ഈ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത്ര തൂക്കത്തിലുള്ള സാധനങ്ങളാണ് ഇത് എന്ത് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുമ്പം അതേ കണ്ടീഷനിൽ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ള ഒരു നിലപാട്. ഇവരെല്ലാം നല്ല ശമ്പളം വാങ്ങിയിട്ട് എന്തിന് ഈ പ്രവർത്തനങ്ങൾ ഈ വിശ്വാസികളെ പൈസ കൊണ്ട് എന്തിന് ഇവര് പിന്നെ ശമ്പളം പറ്റുന്ന ആളുകളാണ് ആര്? ഈ ദേവസ്വം ബോർഡിലുള്ള ജീവനക്കാരൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഉത്തരവാദികൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലുള്ള ആളുകളെ തന്നെയാണ്. അവരെയാണ് എന്ത് ചെയ്യുന്നത്. ഇതിപ്പോ ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യ ഉള്ള ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞെന്താ? കോടതി പറഞ്ഞെന്താ? കോടതി പറഞ്ഞിട്ടാണ് ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ജാഗ്രത കുറവ് നല്ലതുണ്ടായി. എല്ലാ മേഖലകളിലും എന്ത് ചെയ്യാ പണിയെടുക്കാൻ തന്നെയാണ് കോടതി ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോയില്ലയോ എന്നെങ്ങനെ വേണമെന്നുള്ള കണക്കൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് സ്വാഭാവികമായിട്ടുമുണ്ട്. ഇങ്ങനെ ഒരാൾ പറയുമ്പോഴല്ല ഒരെണ്ണം കാണാതെ പോയത് അറിയേണ്ടത്. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അയാളുടെ രാഷ്ട്രീയം ഏതാണ് എന്ന് അന്വേഷിക്കണം. അത് പറഞ്ഞോളൂ. ഹലോ, അയാളുടെ രാഷ്ട്രീയം കണ്ടെത്താണ് ആദ്യം തന്നെ പറയാനുള്ളത് പ്രധാനമായിട്ട്. പിന്നെ സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടിയല്ലേ ഇതുപോലത്തെ ഒരു അഭ്യാസം കാണിക്കുന്നത്. അദ്ദേഹം തന്നെ തോന്നുന്നു എനിക്കാണ് സ്പോൺസർ അതിന്റെ, അല്ലെ? സ്പോൺസറാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹമാണ് കൊണ്ടുപോയി ഇത് ചെയ്തത് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷെ അത്തരം കാര്യത്തിലൊക്കെ ഇനിയും ചില സംശയങ്ങൾ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത് നല്ലൊരു രീതിക്ക് അന്വേഷിക്കണം സർക്കാർ. നിയമം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സജിയാണ് കോതമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിപ്പോൾ ആകെ കൂടി കേൾക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ അതിലുണ്ട്. ഒരാൾ വന്ന് പരാതി പറയുന്നു, ഞാൻ കൊടുത്ത സ്വർണ്ണമാണ്, ആ സ്വർണ്ണപീഠം അവിടെ കാണുന്നില്ലെന്ന് പറയുന്നു. അന്വേഷിച്ച് വരുമ്പോൾ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആ സ്വർണ്ണപീഠം കിട്ടുന്നു, അയാളാണ് അവിടെ കൊണ്ടുവച്ചതെന്നും ഒക്കെ വ്യക്തമാകുന്നു. ഇങ്ങനെ ഒരു പരാതി അത് വന്നത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാതി വന്നതും ഒക്കെ. പക്ഷേ ഇതിൽ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ ഇല്ലേ? ഹലോ സജി പറഞ്ഞോളൂ. സാറേ, അവിടെ തന്നെ ഉണ്ട്, എടുത്തേക്കുന്ന ആൾ അവിടെ തന്നെ ഉണ്ട്.
എടുത്തേക്കണ ആൾ അതിനകത്ത് തന്നെ ഉണ്ട്. സംഭവം ഇൻ ആൻഡ് ഔട്ട് എപ്പോഴും എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തില് അയ്യപ്പന്മാർക്ക് വരെ അവിടെ കയറണമെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് എപ്പോഴും അവിടെ ഉണ്ട് എൻട്രി ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ആ സാധനം പോവോ, എന്ത് സാധനം അവിടെ നിന്ന് പോരുന്നോ, എന്ത് സാധനം പോകുന്നോ, എന്ത് സാധനം തിരിച്ചു വരുന്നോ എല്ലാം അവിടെ എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ആൾക്കാരെ അറിയാതെ അവിടെ നിന്ന് പോകുന്നില്ല. ശരി, പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ അവസ്ഥകൾ. ഇതറിയാതെ, ആരും അറിയാതെ, അതിനകത്തുള്ള ആൾക്കാരെ അറിയാതെ ഈ സാധനം ഒരു സ്ഥലത്തും പുറത്തു പോലെ അന്വേഷണങ്ങൾ നിഷ്പക്ഷമായിട്ട് നടന്നിട്ട് ഈ സാധനം കണ്ടുപിടിക്കുക. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പൊടുന്നനെ ഒരാൾ പരാതി പറയുന്നു, ഇവിടെ ഇങ്ങനെ ഞാനൊരു സ്വർണ്ണപീഠമൊക്കെ കൊടുത്തിരുന്നു, ആ സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പറയുന്നു. ആ സമയത്ത് അയ്യപ്പ സംഗമത്തിൻ്റെ കാലയളവൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് അത് അന്വേഷണം വരുന്നു. അതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ തന്നെ ഈ സ്വർണ്ണപീഠം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്താണ് ഇദ്ദേഹത്തിനെ കേസായപ്പോൾ മടക്കി കൊടുക്കുന്നു. അയാൾ കൊണ്ട് സഹോദരിയുടെ വീട്ടിൽ വെക്കുന്നു. അപ്പോൾ മറന്നുപോയി, ഞാനിവിടെ ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പല മട്ടിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? കിരണ നമസ്കാരം. നമസ്കാരം. കിരണേ, ഇതിപ്പോ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല കിരണ. ഈ ഇദ്ദേഹം എന്ന് പറയുന്ന അവിടെ തന്ത്രിമാരുടെയും പൂജാരിമാരുടെയും ഒക്കെ അവിടെ കയ്യാളായിട്ട് നടന്ന ഒരാളാണ് ഈ പുള്ളി വർഷങ്ങളോളം. അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞ ചോറും ഭക്ഷണവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇയാൾ. ആ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇയാളല്ല ഇത് സ്പോൺസർ എന്ന് പറഞ്ഞ വേറെ ആൾ. ഇയാൾ മുഖാന്തരം അവിടെ കൊടുത്തുന്നുള്ളൂ. ഇയാൾ ഇതിനകത്ത് 1-ാം നമ്പർ കള്ളൻ. പിന്നെ ഇപ്പം വലതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും അവരുടെ ആളാണല്ലോ ദേവസ്വം ആയിട്ട് ഭരിക്കുന്ന, ദേവസ്വത്തിന്റെ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇവർ രണ്ട് കൂട്ടരറിയാതെ അവിടുന്ന് ഒരു തരി പോലും പോയില്ല. അതൊരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം മറ്റുള്ള വെറുതെ പുറത്തുനിന്ന് വന്നവർക്കൊന്നും അവിടെ എങ്ങനെയൊന്നും കയറി ഒന്നും ഒരുപാട് നടത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രമല്ല. അതുപോലെ തന്നെ അവിടുന്ന് എന്ത് സ്വർണ്ണവുമായിട്ട് അവിടെ എന്ത് മൂല്യം ഉണ്ടല്ലോ ആ ഒരു സാധനം അവിടുന്ന് എടുക്കുകയോ ചെയ്യണമെങ്കിൽ കോടതി മുഖാന്തരം അല്ലാതെ ചെയ്യാൻ പാടില്ലെന്ന് കോടതി വർഷങ്ങൾക്ക് മുമ്പേ അവിടെ നേരത്തെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് കോടതി അറിയിക്കാതെ തന്നെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ കോടതി അറിയിക്കാതാണ് ദേവസ്വം ബോർഡ് ഒരു പാളി ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോഴാണ് പരാതി കൊടുത്തത്. അങ്ങനെ കോടതി മുഖാന്തരം അറിയാതെ എടുത്തോണ്ട് പോയപ്പോൾ ഒരാൾ പരാതി കൊടുക്കുന്നു. ആ പരാതി പുറത്താണ് ഇതിപ്പോൾ സംഗതി വെളിച്ചത്ത് വന്നത്. ആ സംഭവം ഉണ്ടായില്ലെങ്കിൽ എന്റെ കിരണ ഇത് നമ്മൾ എത്ര വർഷം കഴിഞ്ഞാൽ ഇത് അറിയാതെ ഇങ്ങനെ പൊക്കൊണ്ടേ ഇരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പന് സ്വർണവും പണവും വെള്ളിയും ഒന്നും വേണ്ട, പിച്ചളയൊന്നും വേണ്ട. അവിടെ പോകുമ്പോൾ അവിടെ നേരത്തെ വഴിപാട് ഇടുക, അല്ലാതെ ഈ വാരിക്കൊരു സ്വർണ്ണം ഇരുവൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ മണ്ടത്തിൽ നമ്മൾ പണ്ട് പോലും ഇടുക. ഇതിപ്പോ സ്വർണം പൂശിയപ്പോൾ തന്നെ പറഞ്ഞു ഇത് കട്ടോണ്ട് പോകുന്നുള്ള അന്നേ പറഞ്ഞതാണ്. ഇത് കട്ടോണ്ട് പോയെന്നുള്ളതിനകത്ത് യാതൊരു വിധത്തില്ല. അതിനകത്ത് ദേവസ്വം ബോർഡിനുമുണ്ട്, അവിടുത്തെ മെയിൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇടതിനും പലതിനും മാറി മാറി ഭരിച്ച് കട്ടിട്ടുണ്ട്, ഒരുപാട് കട്ടിട്ടുണ്ടെന്നുള്ള യാതൊരു വിധത്തില്ല. അവനെ പിടിച്ച് 4 ഇടി ഇടിക്കുവാനേ ഉണ്ടോ സംഗതി എല്ലാം വരും. അവന് അങ്ങനെ ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾ പരാതി പറയുന്നു, അവിടെ താൻ കൊടുത്ത സ്വർണ്ണ പീഠം കാണുന്നില്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നു. മറ്റേ അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ സ്വർണ്ണപീഠം കിട്ടുന്നു. ഇതിനിടയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമമാണ്. ഇതിനിടയിൽ എന്തെല്ലാമോ ചില പൊരുത്തപ്പെടാത്ത പോയിന്റുകൾ അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടോ? സാർ, കിരൺ സാർ, ദേവസ്വം തന്നെ പറയുന്നു ഇദ്ദേഹം തന്നെയാണ് സ്പോൺസർ എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം ഈ തെറ്റ് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല സാർ, ഇതിനകത്ത് വേറെ സംഗതിയും കൂടെ സാർ ശ്രദ്ധിച്ചിരുന്നോ? പുള്ളി തെറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം സാർ, അതിന് കാരണം എന്ന് പറയുമ്പോൾ ഇത്രയും പൈസ മുടക്കിയിട്ടെന്ന് വെച്ചാൽ അയ്യപ്പന് അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും പൈസ മുടക്കി എന്താന്ന് വെച്ചാൽ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു സ്പോൺസർ എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒരു സംഗതി കൊണ്ട് ഇതിനിടയ്ക്ക് വേറെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ സ്പോൺസർ എന്നൊക്കെ പറയുമ്പോഴും പുള്ളി അല്ല സ്പോൺസർ. കാര്യങ്ങളൊക്കെ അവിടെ മറ്റാളുകളുടെ കയ്യിലിരിക്കുന്ന പണം ഉപയോഗിച്ച് പുള്ളി സ്പോൺസർ ചെയ്യുന്നു. ഞാൻ ഇതുവരെ മനസ്സിലാക്കി വെച്ചാണെങ്കിൽ പുള്ളി ഇടനില നിൽക്കുന്ന ആളാണ്. സാറേ, അതിപ്പോ കിരൺ സാറിനും എനിക്കും അത് പറയാൻ പറ്റില്ലല്ലോ സാർ, പുറത്ത് വന്നിട്ടില്ലല്ലോ. അല്ല, അത് എനിക്കറിയില്ല ഇതുവരെ. പക്ഷെ പുള്ളി ആദ്യം വിശ്വസിച്ചാണ് എല്ലാവരും വാർത്ത നൽകുകയും ഒക്കെ ചെയ്തത്. പക്ഷെ പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടിരിക്കുന്നത്. സാർ 2 ജോഡി ഉണ്ടെന്ന് ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്ന സാർ ഓർക്കുന്നുണ്ടോ? ഒരു ജോഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയർ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ദേവസ്വത്തിന്റെ സ്റ്റോറൂമിൽ കാണും എന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നു. അപ്പൊ 2 ജോഡി ഇല്ലേ സാർ? അതിൽ ഒരു ജോഡിയല്ലേ ഈ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ കണ്ടെത്തേക്കണേ? ഇനി മറ്റൊരു ജോഡി ഉണ്ടല്ലോ. അവിടെ ഉണ്ടായിരുന്ന ശബരിമലയിലേക്ക് സമർപ്പിച്ച പീഠം, അവിടെ ഉണ്ടായിരുന്ന ആ പീഠം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു ജോഡിയുള്ളോ?
അവിടെ ഉള്ള പീഠത്തെ അവിടെ സമർപ്പിച്ച ആ പീഠമാണ് അത്. അല്ല സാർ, അളവായിരുന്നത് കൊണ്ട് ആ പീഠമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സാർ 2 ജോഡി പീഠത്തിന്റെ കാര്യം മുമ്പ് പത്രദ്വാരയിലൂടെ കേട്ടിരുന്നു സാർ. ഏതായാലും എന്താ ചെയ്ത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ, അതല്ലാതെ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. അല്ല ഞാൻ ചോദിച്ചത് ശ്രീ ചന്ദ്രൻ നായർക്ക് ഒരു വിശ്വാസം പോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് എങ്ങനെയാണ് ആ വിശ്വാസം ഉണ്ടായതെന്നാണ് എന്റെ ചോദ്യം. സാർ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയുടെ പേരിൽ നിന്ന് ഉണ്ടാകുന്നതാണ് മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഓരോരോ കൊള്ള. ഇപ്പൊ ക്ഷേത്രമായാലും പള്ളിയായാലും ഏതായാലും ഭക്തിയുടെ പേരിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നത്. സാർ സമ്മതിച്ചു, പക്ഷേ എന്താണെന്ന് വെച്ചാൽ സ്പോൺസർമാരെ കുറ്റം പറയാൻ പറ്റില്ല സാർ. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തേക്കണു. ആറ്റുകാൽ ക്ഷേത്രത്തിലും എന്തുമാത്രം സ്പോൺസർമാർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സ്പോൺസർ എന്നൊക്കെ പറയുന്ന ആളുകൾ എല്ലാവരും എല്ലാ സ്പോൺസർമാരും സത്യസന്ധരായ ആളുകളും വിശ്വാസം കൊണ്ട് ചെയ്യുന്നതാണെന്ന് കരുതാനാവില്ലല്ലോ. ഓരോരുത്തർക്കും ചിലപ്പോൾ മറ്റു വല്ല ലക്ഷ്യങ്ങളും കാണില്ലേ സാർ? അങ്ങനെ പറയരുത് സാർ. എൻ്റെ പ്രസന്റിൽ തന്നെ സാർ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ തമിഴ്നാട്ടിലുള്ള ഒരു സ്പോൺസർ വന്നിന്ന് പറഞ്ഞ് കംപ്ലീറ്റ് AC ആക്കി തരാം, ഈ സ്ഥാപനം കംപ്ലീറ്റ്. നിർഭാഗ്യവശാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് AC ആക്കി തരാമെന്ന്. പക്ഷേ ആറ്റുകാൽ ക്ഷേത്രക്കാർ നിഷേധിച്ചു. നമുക്കത് പറ്റില്ല, ക്ഷേത്രത്തിനകത്തൊരു പനയുണ്ട്, അത് കാരണം കൊണ്ട് ഇത് ഒരിക്കലും AC ആക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്പോൺസർമാർ വരുന്നുണ്ട് സാർ, ഇല്ലെന്ന് പറയാൻ പറ്റൂല. ശരി, ഓക്കെ സാർ, ഓക്കെ ശരി, ഓക്കെ. എന്തായാലും സ്പോൺസർമാർ പല രൂപത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഇത്തരം ആരാധനാലയങ്ങളിലൊക്കെയാണ് സ്പോൺസർമാരുടെ മുഖ്യ ഇഷ്ടകേന്ദ്രങ്ങളും. ശ്രീ മോഹനാണ് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ കാണാതായി എന്ന് പരാതി പറഞ്ഞ ആളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ പീഠം കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഈ സമയത്ത് പറയുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ, അതോ അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആണോ? അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അത് യാതൊരു സംശയമില്ല സാർ. അത് നിരീശ്വരവാദിയായ പിണറായി കേരളം ഭരിക്കുമ്പോൾ ശബരിമലയെ തകർക്കാനുള്ള പരിപാടി എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരുടെ കയ്യാളായി മാറിയിരിക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇത് അവിടെ കൊണ്ട് നിൽക്കില്ല. ഗുരുവായൂരിലും ശ്രീപത്മനാഭസ്വാമികളൊക്കെ വരും. വിശ്വാസികളെ ഈ സർക്കാരിനെതിരായി ആസൂത്രിതമായി അധികാരം നഷ്ടപ്പെട്ടവർ ഭ്രാന്ത് ഇളകി നടക്കുകയാണ്. ഏത് വിധേനയും സർക്കാരിനെ തിരിഞ്ഞുകുത്താൻ വേണ്ടി പലവിധ ശ്രമങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് കേരളത്തിൽ. ഇനി നടക്കും. അതിന്റെ ഒരു ഭാഗം മാത്രം തുടക്കം. ഇപ്പതേ കയ്യോടെ പിടികൂടിപ്പോ അതാണ് നടന്നിരിക്കുന്നത്, മറ്റൊന്നുമല്ല. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അത് കള്ളം തന്നെ. അത് ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ ആദ്യം ചിന്തിക്കണം. സ്വാഭാവികമായും അങ്ങനെ പല സാധനങ്ങളും അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ ഇതിന്റെ ഉള്ളിൽ ആളുടെ പുറത്തു പോകലുണ്ട്. അത് അങ്ങനെ അടിച്ചുകൊണ്ട് പോയപ്പോ എങ്ങനെ പിടിക്കപ്പെട്ടത്? ഇത് 5-6 വർഷം മുമ്പ് അടിച്ചുകൊണ്ട് പോയതാണ്. ഇതിന്റെ അകത്താളുണ്ട്. ഇത് ഇനി വേറെ പോയിട്ടുണ്ടോ മൊത്തം കണക്കെടുത്ത് നോക്കണം. ഈ പലതും ആളുകളൊക്കെ കൊണ്ടുവച്ചതിനെ കുറിച്ചൊക്കെ എനിക്കറിയില്ല, എന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച്. ചിലർ പറയുന്നത് ദൈവത്തിന്റെ മുന്നിലിരിക്കുന്ന സാധനങ്ങളൊക്കെ സ്വർണം പൂശാം, മറ്റു കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് പോവുകയും അത് സ്വന്തമാക്കുകയും അതുപോലെ തന്നെ മറ്റൊന്നുണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവുണ്ട്. ഈ ദൈവത്തിന്റെ മുന്നിലിരുന്ന സാധനം എന്റെ വീട്ടിൽ ഇരിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയുന്നു. അല്ല, സ്പോൺസറൊന്നും അല്ലെന്നേ, കഴിയുമ്പോ കള്ളനാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കണം ആദ്യം. പിന്നെ ഒരു അനിയൻകൂട്ടം പറഞ്ഞത് BJP ഇതിന് പുറകിലുണ്ടെന്ന്. BJPക്ക് നടന്നത് അവിടെ കൈ. BJPക്ക് വല്ല കാര്യമുണ്ടോ? BJPക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അതിന് ചുമ്മാ BJPക്കാരതിന്റെ പുറകിലുണ്ടെന്ന് ചുമ്മാ തോന്നി അതും പറയാം. എങ്ങനെ കേട്ടില്ല? ഒരു അനിയൻകൂട്ടം പറയാം BJP അതിന്റെ പുറകിലുണ്ടെന്ന്. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ സംശയിക്കാമല്ലോ. അതിനകത്തിപ്പോൾ സർക്കാർ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുന്ന ആളുകളൊക്കെ ഇല്ലേ? അവിടെ ഒന്നും BJPക്ക് കാര്യമൊന്നുമില്ല. അത് അവര് കള്ളന്മാര് ചെയ്ത പരിപാടിയത്. കള്ളം പൊളിഞ്ഞു, അത്രേ ഉള്ളൂ. ശരി, പ്രദീപാണ്. ശ്രീ മോഹനാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്താണ്? ക്ഷമിക്കണം, ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. എന്റെ അഭിപ്രായം ഈ പറഞ്ഞതൊന്നും അല്ല. എന്റെ അഭിപ്രായം പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം. ഇവിടെ പാവങ്ങള് വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, വീടും ഇല്ലാത്ത ദരിദ്രം കൊണ്ട്. അപ്പൊ ഈ ദൈവത്തിന് ഈ സ്വർണം പണത്തിന്റെ ദൈവം അത് തിന്നുന്നില്ലല്ലോ. അപ്പൊ ഇതെല്ലാം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ മുഴുവൻ സമ്പത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇത് പാവങ്ങൾക്ക് സംരക്ഷിക്കണം. അല്ലാതെ ഇത് ഒരു വിഭാഗം ആൾക്കാർ മാത്രം കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമില്ല. ഗുരുവായൂരെ കഥ അറിയാം. പിന്നെ എനിക്ക് എന്റെ നാട്ടിൽ തന്നെ ഒരു ക്ഷേത്രത്തിലെ കഥ അറിയാം. അപ്പൊ ഇത് കേരളം ഒട്ടുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കഥ അറിയാം. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു വിഭാഗം ആൾക്കാർ തിന്നുന്നതിൽ നല്ലത് സർക്കാർ ഇത് മുഴുവൻ ഏറ്റെടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കണം. അതായത് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യന്. അല്ലാതെ ദൈവത്തിന് പണവും വേണ്ട, സ്വർണവും വേണ്ട. അവസാനം വരുമ്പോ നോക്കിയോ, അയ്യപ്പനെയും കൂടെ ഇവരെടുത്തോണ്ട് പോകും.
ഇതേ എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിനൊരു പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടോ, അതോ ഒരാൾ ഇങ്ങനെയൊക്കെ അയാളുടെ ഓർമ്മത്തെറ്റ് കൊണ്ട് പറഞ്ഞതാണോ? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സാറ് പറഞ്ഞതിൽ തന്നെ ഉത്തരവുണ്ട്. കാരണം വെച്ചാൽ ഇത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോരുത്തരുടെ പ്രേരണപ്രകാരമാണ്. ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പോറ്റി എനിക്ക് തോന്നുന്നൊരു കരിവാക്കി മാത്രം നടത്തുന്നതാണ്. നമ്മുടെ ദേവസ്വം മന്ത്രി ആരാ? വി എം വാസവനല്ലേ? വി എം വാസവൻ കൈവച്ച മേഖല മുഴുവൻ തകർന്നിട്ടുണ്ട്. സഹകരണ മേഖല തകർന്നു. അതുപോലെ തന്നെ വി എം വാസവൻ ഇപ്പോൾ നടത്തുന്ന ദേവസ്വം ബോർഡിന്റെ ഈ മേഖലയും തകർന്നുകൊണ്ടിരിക്കുകയല്ലേ. വി എം വാസവനെ കുറിച്ച് എന്തറിയാൻ സാറിന് ഒന്നും അറിയത്തില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. വി എൻ വാസവൻ ദേവസ്വം മന്ത്രിയായ ശേഷം ദേവസ്വം വകുപ്പിന് ഏതെങ്കിലും തരത്തിൽ കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം സഹകരണ മന്ത്രിയായ ശേഷം സഹകരണ വകുപ്പിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ അറിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് അത് അറിയാം എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. എത്ര സഹകരണ ബാങ്കിലാണ് തകർന്നിരിക്കുന്നത്? വി എൻ വാസവൻ മന്ത്രിയായ ശേഷം ആണോ ഈ സഹകരണ ബാങ്കിൽ അഴിമതി ഉണ്ടായത്? അതുമായി ബന്ധപ്പെട്ടാണോ ഏതെങ്കിലും നേരത്തെ ഉണ്ടായ അഴിമതി നടന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉയർന്ന സ്ഥലങ്ങൾ അന്വേഷണം വന്നു? അതിനപ്പുറം വി എൻ വാസവൻ ഉണ്ടായ ശേഷം മന്ത്രിയായ ശേഷം എവിടെയാണ് എന്ത് സംഭവം ഉണ്ടായത്? സാറിനറിയോ? സാർ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളാ. അല്ല, അതായിരിക്കും. അതെനിക്ക് നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണോ? ഞാനും ഒന്നിച്ച് പ്രവർത്തിച്ച ആളല്ല, അതുകൊണ്ട് എനിക്കതറിയില്ല. പക്ഷേ എൻ്റെ മുന്നിൽ വന്ന യാഥാർത്ഥ്യത്തിൽ ദേവസ്വം വകുപ്പിലോ അല്ലെങ്കിൽ സഹകരണ വകുപ്പിലോ വി എൻ വാസവൻ വന്ന ശേഷം തകർന്നു പോയി എന്ന് പറയത്തക്ക ആരോപണങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പലതും കാണും. പക്ഷേ തകർന്നു പോയി, അല്ല വി എൻ വാസവൻ ആയതുകൊണ്ട് തകർന്നു പോയി എന്ന് പറയാൻ ഏതെങ്കിലും ഒരു കാരണം ഇതുവരെ എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. കരുവന്നൂർ ബാങ്ക് തകർന്നു പോയോ? കരുവന്നൂർ ബാങ്കിൽ ഈ സംഭവം ഉണ്ടായ സമയത്ത് വി എൻ വാസവനായിരുന്നോ കേരളത്തിലെ സഹകരണ മന്ത്രി? തീർച്ചയായിട്ടും സാറ് അറിയത്തില്ല പറഞ്ഞത്. ശ്രീ തങ്കച്ചൻ, കരുവന്നൂർ ബാങ്കിലെ എന്നു മുതലുള്ള വിഷയമാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. സാറേ, യലങ്ങള സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിലെ കുറ്റാരോപിതനായി മന്ത്രി. സാറിനറിയോ? താങ്കൾ പറഞ്ഞത് വി എൻ വാസവൻ ദേവസ്വം മന്ത്രിയായി സഹകരണ മന്ത്രിയായി ദേവസ്വം വകുപ്പും സഹകരണ വകുപ്പും തകർന്നു പോയെന്നാണ് പറഞ്ഞത്. അതിന് എന്തെങ്കിലും ഉദാഹരണം കാണിക്കാനുണ്ടെങ്കിൽ പറയൂ. അതിനാ പറഞ്ഞത്. ഇപ്പൊ ഈ ദേവസ്വം മന്ത്രിയുടെ ഒരു ശുപാർശ ഇല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്യാനില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേവസ്വം മന്ത്രി, അതെങ്ങനെയാണ് തങ്കച്ചൻ പറയുന്നത്? ദേവസ്വം മന്ത്രി, സർക്കാരിന്റെ ഭാഗമായ ദേവസ്വം മന്ത്രി അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ എങ്ങനെയൊക്കെ ആയാലും അവിടെ നിന്നൊരു സാധനം മോഷണം പോയാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി അവിടുത്തെ ദേവസ്വം ബോർഡാണ്. ആര് മോട്ടിച്ചുകൊണ്ട് പോയാലും, ഇനി അവിടെ നിൽക്കുന്ന ഏതാളുകൾ മോട്ടിച്ചുകൊണ്ട് പോയാലും അതിന്റെ ഉത്തരവാദിത്വം വരുന്നത് സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിനാണ്. ഇതിൻ്റെയൊക്കെ ചുമതലയുള്ളത് ദേവസ്വം ബോർഡിനാണല്ലോ. മറ്റു പലരും അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്യും. അവരാര് കൊണ്ടുപോയാലും ഉത്തരവാദിത്തം വരുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം വരുന്ന ഒരു സാധനം ഞങ്ങൾ മോട്ടിച്ചു എന്ന് പറഞ്ഞ് വി എൻ വാസവൻ പറയിക്കുമോ? അത് എന്താണ്? വി എൻ വാസവൻ തന്നെ ഇപ്പോൾ പറഞ്ഞത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്നല്ലേ പറഞ്ഞത്? സ്വർണ്ണപ്പാളികൾ നടത്തിക്കൊണ്ടുപോയി കോടതി ഉത്തരവ് വേണം, ഇല്ലാതെ പോയത്. അതല്ല ഞാൻ ചോദിച്ചത്. ശ്രീ തങ്കച്ചൻ പറഞ്ഞത് ഉണ്ണികൃഷ്ണനെ കൊണ്ട് പറയിച്ചത് ദേവസ്വം മന്ത്രി വി എൻ വാസവനാണെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ലോജിക്ക് എന്താണ്? അത് പറ. അല്ല, ഇപ്പൊ ഇത്രയും കാലങ്ങളുണ്ട്, എത്രയോ ദേവസ്വം മന്ത്രിമാർ ഇവിടെ ഭരിച്ചു കേരളത്തില്. ഇതേ വി എൻ വാസവൻ ഇരുന്ന കാലത്ത് ഇപ്പോഴല്ലേ ദേവസ്വം വിജിലൻസ് പോയി കണ്ടെത്തിയത്? അവിടെ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്ന് കണ്ടെത്തിയത് ആ മന്ത്രി ഇരുന്നപ്പോഴല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴല്ലേ ഇത് അടിച്ചുകൊണ്ട് പോയത്? മറ്റാരോ ഇരുന്ന കാലത്ത് അടിച്ചുകൊണ്ട് പോയതല്ലേ? വി എൻ വാസവൻ ഇരുന്ന കാലത്ത് അടിച്ചുകൊണ്ട് പോയതല്ലല്ലോ. അതിന് മുമ്പ് ആരോ ഇരുന്ന കാലത്ത് അടിച്ചുകൊണ്ട് പോയത്. എന്തായാലും ഒരു പരാതി വന്നപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയത് അത് വി എൻ വാസവന്റെ കാലത്തല്ലേ കണ്ടെത്തിയത്? ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ദേവസ്വം മന്ത്രി ഇപ്പോഴാണോ ദേവസ്വം മന്ത്രി വാസവനാണോ? അന്വേഷണം വന്നോ? അന്വേഷിച്ചല്ലേ ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപീഠം കണ്ടെത്തിയത്. ഞാൻ ഒരു സംശയം ചോദിച്ചു, ഈ തങ്കച്ചന് പേഴ്സണലായിട്ട് വി എൻ വാസവനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കൊരു എങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇല്ലാത്ത ഒരു അപവാദം വിളിച്ചു പറയുന്നത്? അപവാദമല്ല സാറിന് എന്ത് ഞാൻ പറഞ്ഞില്ല, ഈ സഹകരണ മേഖല പറഞ്ഞത് ഈ അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ദേവസ്വത്തിന്റെ കാര്യം പറയാം, സഹകരണ മേഖല വിശാലമായി പറയണമെങ്കിൽ കൂടുതൽ പറയേണ്ടി വരും. ദേവസ്വം വകുപ്പിൽ വി എൻ വാസവൻ വന്ന ശേഷം എന്ത് തകർച്ചയാണ് ഉണ്ടായത്? ഒരു ഉദാഹരണമെങ്കിലും പറയൂ. അതാ ഈ പറഞ്ഞ ഇത്തരം പ്രവർത്തനങ്ങൾ വന്നത് ആണോ? അതിനു മുമ്പ് മന്ത്രിമാരെ എത്രയോ പേര് ഭരിച്ചിരുന്നു. ശ്രീ തങ്കച്ചൻ, ഈ വി എൻ വാസവൻ ഇരുന്ന കാലത്താണോ ഈ പീഠം പോയത്? അതാ പറഞ്ഞു ഇപ്പോഴല്ലേ ഇത് വരുന്നത്. അപ്പൊ കള്ളം മൂടി വെക്കണം, അതാണ് നല്ലത്. കള്ളം പുറത്തു കൊണ്ടുവന്ന് ആ കള്ളന്മാരെ പിടിച്ചാൽ അത് മോശം, അതാണോ കുഴപ്പം? അല്ല, കള്ളന്മാര് പിടിച്ചതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴാണോ ഈ പ്രശ്നങ്ങൾ ഒഴി വരുന്നത്? എന്ത് പ്രശ്നം ഉണ്ടായി അവിടെ? ഞാൻ ചോദിക്കും സാറേ, ഞാൻ ചോദിക്കുന്നു അവിടെ നിന്ന് ഒരു കള്ളം നടന്നു എന്ന് ബോധ്യപ്പെട്ടു, അന്വേഷണം നടത്തി, കള്ളനെ കൈയോടെ പിടികൂടി.
അത് മോശം, മന്ത്രി മോശമാണോ കാണിച്ചത്? ഈ വാസവൻ എത്ര നാളായി മന്ത്രിയായിരുന്നിട്ട്? ശ്രീ തങ്കച്ചൻ, വാസവൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് വാസവൻ അങ്ങ് കാലാകാലങ്ങളായി രണ്ടാമത്തെ മന്ത്രിസഭ വന്ന കാലം മുതൽ പോലും മന്ത്രിയല്ലല്ലോ. ആദ്യം വന്ന രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോയപ്പോഴേ അതിനുശേഷമല്ലേ വാസവൻ മന്ത്രിയായത്? അത് ഞാൻ 5 വർഷം മുമ്പല്ലോ ഇതെല്ലാം മോഷണം പോയത്, അതിനുശേഷമല്ലേ പോയിരിക്കുന്നത്? അതിനുശേഷമാണെന്ന് എങ്ങനെ അറിയാം? അതിനുശേഷം ഇപ്പോഴത്തെ തെളിവുകളെല്ലാം വന്നിരിക്കുന്നതിന് ശേഷമല്ലേ? ഏത് തെളിവുകൾ വന്നിരിക്കുന്നത്? എപ്പോഴാണ് ഇത് പോയതെന്ന്? 2019 സ്വർണം പൂശാനായി എടുത്ത സാധനം അത് എപ്പോഴാണ് മോഷണം പോയതെന്ന് എങ്ങനെ അറിയാം? താങ്കൾ ഒരു കാര്യം ചെയ്യും, താങ്കൾക്ക് ഒരു ആവശ്യമുണ്ട്. താങ്കൾക്ക് ഏതോ കാരണത്താൽ വി.എൻ. വാസവനോട് വിരോധമുണ്ട്. അതുകൊണ്ട് വി.എൻ. വാസവൻ വന്നാൽ എല്ലാം തകർന്നു പോയെന്ന് പറയണം. അങ്ങനെ വി.എൻ. വാസവനെതിരെ ഏതെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ആരോപണമായി പറയണം. ഇന്ന കാര്യങ്ങൾ വാസവൻ വന്ന ശേഷം അവൻ്റെ പ്രവർത്തനം മോശമായി എന്ന് പറഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട്, ഒരു അന്തസ്സുണ്ട്. ഇത് വെറുതെ അപവാദം പറയലല്ലേ? മോശമാണ് ശ്രീ തങ്കച്ചൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപവാദമല്ല. പിന്നെ എന്താണ് അപവാദം അല്ല? അതെങ്കിൽ പിന്നെ താങ്കൾ ഒരു ഉദാഹരണമെങ്കിലും പറയൂ. അതല്ലേ പറഞ്ഞത്, ഈ സഹകരണ മേഖല താങ്കളോട് ഇനി പറയാനില്ല. താങ്കൾ ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് എന്തോ വിരോധം കാണും, അല്ലെങ്കിൽ പിന്നെ ഈ തരത്തിലൊരു അപവാദമല്ലല്ലോ പറയേണ്ടത്. വി.എൻ. വാസവന്റെ ഭരണത്തിൽ ഏതെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ കുഴപ്പമായി തന്നെ പറയണം. അല്ലാതെ ഇങ്ങനെ ഒരാളെ കുറിച്ച് അപവാദം പറയലല്ല ശ്രീ തങ്കച്ചൻ. ശ്രീ ഉദയനാണ് വണ്ണപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉദയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ ഒരു പരാതി പറയുന്നു, ഞാൻ കൊടുത്ത സ്വർണം, ഞാൻ സ്പോൺസറായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും പുള്ളി കൊടുത്ത സ്വർണ്ണപീഠം കണ്ടില്ല എന്നൊക്കെ പറയുന്നു. അവസാനം പുള്ളിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണപീഠം തന്നെ കിട്ടുന്നു. എന്തായാലും ഇതിന് പിന്നിൽ മറ്റെന്തോ അജണ്ട കൂടി ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഹലോ, TV മ്യൂട്ട് ചെയ്തിട്ട് പറയോ? ഉണ്ട്. കാരണം സ്വന്തം പെങ്ങളുടെ വീട്ടിൽ ഇരുന്ന് മുതല് സ്വന്തം സഹോദരൻ അറിയാതെ എങ്ങനെ അവിടെ വന്നു? അവര് കൊടുത്ത സാധനമല്ലേ? താങ്കൾ TV മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അത് താങ്കൾ അപ്പോഴും അത് കേൾക്കാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ മോഷണ ആരോപണം പറഞ്ഞ് ഈ കള്ളൻ എന്നൊക്കെ വിളിച്ച് കൂവിയിട്ട് അവസാനം കള്ളനെ രക്ഷപ്പെടുത്തുന്ന പോലെ ഉള്ള ഒരു ശ്രമം പോലെ തോന്നുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയുക, ഇത്രയധികം നോട്ടക്കാരും സംവിധാനങ്ങളും ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് എന്തായാലും ഈ പകുതി വരെ തുമ്പെങ്കിലും കണ്ടെത്താൻ സാധിച്ചല്ലോ. ഇനി വിശദമായിട്ട് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ അന്വേഷിച്ചാൽ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും ഇത് എങ്ങനെ പോയി. അതുപോലെ തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ഗൗരവമായ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും പോലീസ് ഇങ്ങനെ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഇത് താനെ മല ഇറങ്ങി പോവില്ലല്ലോ, ആരെങ്കിലും ബോധപൂർവ്വം എടുത്തുകൊണ്ട് പോയ സംഭവം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ അയ്യപ്പസ്വാമിയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ആളുകളാണല്ലോ ഇതിന് ചുറ്റും വട്ടം കൂടി ഇരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ശരി, ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പറഞ്ഞത് താൻ കൊടുത്ത സ്വർണ്ണപീഠം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷമൊക്കെ കേരളത്തിലെ ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ വലിയ ആക്ഷേപം പറഞ്ഞതാണ്. അവർ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ തന്നെയാണ് ഈ സ്വർണ്ണപീഠം ഇരിക്കുന്നത് എന്നാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. നമസ്കാരം. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ആരാ സാർ? താങ്കൾക്കറിയില്ല? CPM അല്ലേ? ഇപ്പോഴത്തെ ഗവൺമെന്റ് അല്ലേ? താങ്കൾക്ക് അറിയില്ലേ അത്? അല്ല, അറിയില്ലെന്നല്ല, താങ്കൾ അതൊക്കെ പറഞ്ഞിട്ട് വിഡ്ഢികളാക്കുന്ന ശ്രോതാക്കളെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടി. കാരണം ഇതിൽ എന്തെങ്കിലും നിഗൂഢതയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് ഈ വാസവനല്ലേ. പിന്നെ അതിനെന്താ ഒരു എക്സ്ക്യൂസ് മേടിക്കുന്നത്? ഈ കള്ളനെ കയ്യോടെ പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ എവിടെയാണ് കൂടാതെ നടന്നത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ തന്നിട്ടുള്ളത്? അത് തന്നെയാണ് ശ്രീ വി.എൻ. വാസവൻ ആവശ്യപ്പെട്ടത്. എവിടെ ആവശ്യപ്പെട്ട്? രാവിലെ വി.എൻ. വാസവന്റെ പ്രതികരണം താങ്കൾ കേട്ടുകയാണെങ്കിൽ വി.എൻ. വാസവൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഈ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. സാർ, ഞാൻ ചോദിക്കുന്നത് പബ്ലിക്കിനെ കമ്മിറ്റ് ചെയ്യാൻ മാത്രമാണോ ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞത്? ഒരാൾ മോഷണം പോയെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടെത്തിയില്ലേ എവിടെയാണെന്ന്? സാർ, ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ ഗൂഢാലോചനയുണ്ടെന്ന് വാർത്താ മാധ്യമങ്ങളോട് പറയുന്നതിനേക്കാൾ ആർജവുണ്ടെങ്കിൽ ഈ മന്ത്രി ഇപ്പോൾ അന്വേഷിച്ച ആദ്യപടി എന്ന നിലയ്ക്കല്ലേ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നല്ലേ നിങ്ങളുടെ പാർട്ടി അടക്കം നിന്നുകൊണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണം പോയെന്ന് പറഞ്ഞ് നിലവിളിച്ചത്? എന്നിട്ട് അവസാനം എന്തായി? ഇതേ ആൾ തന്നെയല്ലേ കട്ടുകൊണ്ട് പോയത്? BJP ആണോ ഇത് കട്ടുകൊണ്ടുപോയത്? BJP ആണെന്നല്ലല്ലോ പറഞ്ഞത്, BJP ആണല്ലോ അയാളെ പിന്തുണച്ചത്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ന്യൂസ് 18 ഉണ്ടോ?
BJP ആണല്ലോ അയാളെ പിന്തുണച്ചത്. അല്ല, നേരത്തെ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടു, സാർ തിരുത്തിയില്ല. BJP ആണ് ഇതിന്റെ പിറകിൽ. ഇത് ഒരു പ്രേക്ഷകന് പറയാൻ അവകാശമില്ലേ? സ്വാഭാവികമായും ഒരാൾ ഒരു മോഷണാരോപണം ഉന്നയിക്കുന്നു, അയാളുടെ പുറകെ നിൽക്കുന്ന പാർട്ടികൾ അവർക്ക് ഇതിൽ ഗൂഢാലോചനയ്ക്ക് പങ്കുണ്ടോ എന്ന് ഒരാൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ? താങ്കൾ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ CPM-നെതിരെയും പിണറായി വിജയനെതിരെയും പറഞ്ഞിരിക്കുന്നു? ഞാൻ ചോദിക്കുന്നത് അതല്ല സാർ, ഇതൊരു കളവ് കേസാണ്. അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ കേരളം ഇതൊരു കേവലം കളവ് കേസല്ലല്ലോ. ഒരാൾ വന്നിട്ട് പൊടുന്നനെ പറയുന്നു ഞാൻ കൊടുത്ത അത് ഏത് ഘട്ടത്തിലാണ് പറയുന്നത്? ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിലൊരു നിഗൂഢ അജണ്ട ഉണ്ടെന്ന് സംശയിച്ചുകൂടെ? ഇതെന്താ സാർ ആഗോള അയ്യപ്പനോട് വലിയ സംഭവം സാറിന് വന്നിട്ടുണ്ടോ? ആഗോള അയ്യപ്പ സംഗമത്തിൽ കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ എല്ലാ പ്രബല സംഘടനകളും പങ്കെടുത്തു. അത് വൻ വിജയമല്ലേ? സാർ ഞാൻ ചോദിക്കുന്നത്, സാർ പറയാനും അനുവദിക്കണം, ഞാൻ കേൾക്കുകയും ചെയ്യാം. ഈ ആഗോള അയ്യപ്പ സംഭവം വലിയ സംഭവമാണെന്ന് പബ്ലിക്കിന്റെ മേലെ സാർ അടിച്ചമർത്തണ്ട. സാറിന്റെ ചാനലിലും സാറിനും അങ്ങനെ ലിങ്ക് തന്നെ സാർ ആക്കുക. പബ്ലിക്കിന് വലിയ സംഭവമാണെന്ന് പബ്ലിക്കിന്റെ മേലെ അടിച്ചമർത്തണ്ട. താങ്കൾക്ക് അത് വലിയ സംഭവമായിട്ടോ വലിയ സംഭവം അല്ലാതെയോ തോന്നാം. അതിന് ഞാൻ ഉത്തരവാദിയല്ല. താങ്കൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു ഭൂലോക സംഭവം ഒന്നല്ല ആഗോള അയ്യപ്പ സംഭവം. ആയിക്കോട്ടെ, അതല്ലല്ലോ വിഷയം. ഈ വിഷയം അതല്ല. അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്, അവരന്വേഷിക്കണം. EM വാസവൻ ആർജവമുള്ള ദേവസ്വം മന്ത്രിയാണെങ്കിൽ ദേവസ്വത്തിന്റെ മുതൽ ആരാ കട്ടെന്ന് തെളിയിക്കുള്ള ആർജവം വേണം. അല്ലാതെ പബ്ലിക്കിന്റെ മുമ്പിൽ കമന്റ് അടിച്ച് വോട്ട് നേടാനുള്ള കയ്യടി നേടാനുള്ള പണിയല്ല വേണ്ടത്. ഇത് കയ്യടി മേടിക്കാൻ ആത്മാർത്ഥതയുണ്ട് അയ്യപ്പന്റെ മുതൽ പോയതെങ്കിൽ അത് തെളിയിക്കാൻ ഈ സർക്കാർ തയ്യാറാവണം. എല്ലാ സംവിധാനങ്ങളും EM വാസവന്റെ കയ്യിലില്ലേ? അങ്ങനെ ഒരു മന്ത്രി പറഞ്ഞ പ്രതികരണം ഇതിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച ആളിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് നടക്കം ഇപ്പോഴും അറിയാൻ നിൽക്കുകയാണല്ലോ. മന്ത്രിക്ക് അല്പമെങ്കിലും പബ്ലിക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അന്വേഷിക്കൂലേ? അന്വേഷിക്കാൻ ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞു. മുമ്പ് വന്ന് കയ്യടിയല്ല വേണ്ടത്. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടി, ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായ സംബന്ധിച്ച് പരാതി ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സ്വർണ്ണപീഠം കണ്ടെത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിൽ എന്തായിരിക്കും? മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ? നമസ്കാരം. നമസ്കാരം. നമ്മുടെ പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 8-9 കൊല്ലം കഴിഞ്ഞു. ചാനലുകളൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സർക്കാരിനെതിരെ ചർച്ച ചെയ്തതെന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഓരോ നാളും ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുക, അത് പൊളിയുക, അത് പൊളിഞ്ഞു കഴിയുമ്പോൾ ഒരു ഉളുപ്പും ഇല്ലാതെ അടുത്ത ആരോപണം കൊണ്ടുവരിക. സർക്കാരിന് അനുകൂലമായി ഈ കാലത്ത് ഒരു ചർച്ചയും താങ്കൾ കണ്ടിട്ടില്ലേ? ഞാൻ നിങ്ങളുടെ ചാനലിലല്ല പറഞ്ഞത്. ഞങ്ങളുടെ ചാനലല്ല, എല്ലാ ചാനലിനും ചോദിച്ചത്. കേരളത്തിലെ ചാനലുകളെല്ലാം സർക്കാരിനെതിരായാണ് ചർച്ച ചെയ്തത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാരും കൂടെ ചെയ്ത കാര്യമാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ഖുറാന്റെ അകത്ത് സ്വർണം, ഈന്തപ്പഴത്തിനകത്ത് സ്വർണം, പിന്നെ ബിരിയാണിക്കകത്ത് സ്വർണം. ഇതൊന്നും ചാനലുകൾ കൊണ്ടുവന്ന വിഷയങ്ങളല്ലല്ലോ. ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ചർച്ച ചെയ്തില്ലേ? അത്തരം കാര്യങ്ങൾ അനുകൂലമായിട്ട് പ്രതികൂലമായിട്ടും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ജനാധിപത്യത്തിൽ വരും. അതൊക്കെ ചർച്ച ചെയ്യും. അല്ലാതെ എല്ലാം എതിരാണ് എന്ന് മാത്രം പറയരുത്. ഇപ്പൊ പഴയ സിനിമ ഡയലോഗാണ് ഓർക്കുന്നതേ. മലപ്പുറം കത്തി ബോംബ് എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗില്ലേ? അതുപോലെ ഓരോന്നിങ്ങനെ വന്ന് പൊളിയാണ്. പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങളില്ലേ? AI ക്യാമറയിൽ അഴിമതി, പിന്നെ K-ഫോണിനകത്ത് അഴിമതി, ഇങ്ങനെല്ലാം വന്നില്ലേ? എന്തായി ഇതൊക്കെ? കൃഷ്ണൻകുട്ടി, എന്നാലും തൽക്കാലം അത്തരം വിഷയത്തിൽ ചർച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് തിരിച്ചു പറയാനെങ്കിൽ സർക്കാർ അതുമൂലം പിൻവലിച്ച പല പദ്ധതികളുണ്ട്, തിരുത്തിയ പദ്ധതികളുണ്ട്, കോടതിയിൽ നേടിച്ച പദ്ധതികളൊക്കെ ഉണ്ട്. അത് ശരിയും തെറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ വരുമ്പോൾ എല്ലാ ആരോപണവും ശരിയായിട്ടൊന്നുമില്ല. ശരിയായ ആരോപണവും തെറ്റായ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പൂർണ്ണമായി എല്ലാം അതുകൊണ്ട് തെറ്റാണെന്നോ എല്ലാം ശരിയാണെന്നോ ഞാൻ പറയുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നതേ. അപ്പൊ അതിനൊരു പശ്ചാത്തലം പറയണമല്ലോ, അതുകൊണ്ടായി പറയുന്നത്. അവസാനം പൊളിഞ്ഞ സംഭവമാണ് ഈ പീഠം. ഈ പീഠം എന്നുള്ള സംഭവം ആരോപണം ഉന്നയിച്ച ആളിന് തന്നെ അറിയാമായിരുന്നല്ലോ അത് എന്താണ് അതിന്റെ കഥയെന്നും അത് എവിടെയുണ്ടെന്നും അല്ലെ എന്താണ് അതിനകത്ത് പശ്ചാത്തലം എന്നൊക്കെ അറിയില്ലേ? അറിയാതെയാണ് അയാൾ പറഞ്ഞത്. ആ സമയത്ത് അയ്യപ്പ സംഗമം നടക്കുന്നു, ആ സമയത്ത് ഒരു കോലാഹലം ഉണ്ടാക്കണം, എങ്ങനെയും സർക്കാരിനെ താറടിക്കണം, പിണറായിയെ താറടിക്കണം, അല്ലെ CPM-കാരെ താറടിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൊണ്ടുവന്നാണല്ലോ കാര്യം ഇപ്പൊ വ്യക്തമായില്ലേ? ഇനി അറിയേണ്ടത് ഈ പറയുന്ന എന്താ പേര്, ആ പോറ്റിയുടെ മുഴുവൻ പേരെന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അയാളുടെ കൂടെ നിൽക്കുന്ന ആരോ ആണ് ഈ സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നതാണല്ലോ പറയുന്നത്. നമുക്കിനി അറിയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ ചെയ്ത ആരാണെന്നാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുമ്പോഴും ഈ സ്പോൺസർഷിപ്പ് ഒക്കെ ഏറ്റെടുക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എല്ലാം അവിടെ ഭരിച്ചിരുന്നതും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായ ആളുകൾ തന്നെയാണ്.
അതെ, അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ ഭാരവാഹികളും ഭരണക്കാരും അത് വേണ്ടെന്ന് പറയില്ലല്ലോ. അമ്പലത്തിന്റെ ഭാരവാഹികളും ഒക്കെ ഉത്തരവാദിത്തം ആ കൊടുക്കാമെന്ന് പറഞ്ഞത് ശരിയാണോ, അയാൾ നല്ല ഉദ്ദേശത്തിലാണോ പറഞ്ഞത് എന്ന് കരുതി അതിനെ സ്വീകരിക്കുകയാണ്. അല്ലാതെ ആരെങ്കിലും കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതല്ല. അതിന് ഭാരവാഹികൾ അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഒരു വലിയൊരു കള്ളു മുതലാളി ഉണ്ടായിരുന്നു, നമ്മുടെ വിജയമല്യ. ആ പുള്ളി അവിടെ എന്തൊക്കെയാ സ്പോൺസർ ചെയ്യാന്ന് അറിയില്ലേ? എത്ര കോടിയാണ്? അതിനെന്താണ് കുഴപ്പം? എത്ര കോടിയാണ്? അത് നല്ല പണമായിരുന്നോ? അല്ലല്ലോ. എന്ത് നല്ല പണം? ചീത്ത പണം എങ്ങനെയാണ്? ഒരാൾ ഈ രാജ്യത്ത് കള്ള് വിൽക്കുന്ന ആളുടെ പണം എങ്ങനെയാണ് മോശം പണമാകുന്നത്? കൃഷ്ണൻകുട്ടി, അങ്ങോട്ട് വരുന്നതൊക്കെ ക്ഷേത്രത്തിലേക്ക്. കൃഷ്ണൻകുട്ടി, ഒരു സംശയം. ഒരു രാജ്യത്ത് നിയമപരമായി കള്ള് വിൽക്കുന്ന ആളുടെ പണം എങ്ങനെയാണ് ചീത്ത പണമാകുന്നത്? കള്ള് വിൽക്കുന്ന ആളുടെ പണം ചീത്ത പണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് വിജയമല്യ ഇപ്പൊ എവിടെയാ? വിജയമല്യ ഇപ്പൊ എവിടെയാണോ ഇല്ലെന്നല്ല വിഷയം. വിജയമല്യ കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സ്വീകരിക്കരുത്. അയാളെ എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ ചെയ്തെങ്കിൽ അത് അംഗീകരിക്കരുത്. അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലത്ത് ഭരണാധികാരികൾ ഉത്തരവാദികളാണ്. അതല്ല ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഞാൻ ചോദിച്ച ഇത്രേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം സ്പോൺസറായി വന്നുകൊണ്ട് അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാലത്തൊക്കെ അവിടെ ഭരിച്ചിരുന്നത് ഇടതുപക്ഷത്തിന്റെ നിർദ്ദേശിച്ചിരുന്ന ആളുകളാണ് ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പാർട്ടിക്കാർ തന്നെയാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ അന്നൊരു വീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉത്തരവാദിത്തമില്ലേ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ അയാളെ കണ്ടെത്തി, അതൊക്കെ ശരി തന്നെ. പക്ഷെ അവർക്ക് കൂടി അതിന് ഉത്തരവാദിത്തമില്ലേ? ഒരാളൊരു നുണ പറഞ്ഞു നടന്നാൽ അവർക്ക് എങ്ങനെ ഉത്തരവാദിത്തം വരിക? ഒരാളുടെ നുണ പറഞ്ഞിട്ടാണോ അയാളുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപീഠം കണ്ടെത്തിയത്? സ്വർണ്ണപീഠം എന്തായാലും ഇന്നലെ അടിച്ചുകൊണ്ട് പോയതല്ലല്ലോ അവിടുന്ന്. ഇപ്പൊ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ അയാൾ പറഞ്ഞത് ശരിയല്ല എന്നുള്ളതല്ലേ? അയാൾ പറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. അല്ല, അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ അടിച്ചുകൊണ്ട് പോയ ഒരു കാലമുണ്ടല്ലോ. ആ അടിച്ചുകൊണ്ട് പോയ കാലം ഏതാണ്? അതാ ഞാൻ പറഞ്ഞ ഇനി അറിയാനുള്ളത് ഈ പോറ്റിയെ സ്പോൺസർ ചെയ്ത പോറ്റിമാരൊക്കെയാണെന്നാണ്, അതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്നുള്ളതാണ്. അതും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ കഥ കംപ്ലീറ്റ് ആവും. അതുകൂടി അറിയുമ്പോൾ കഥ കംപ്ലീറ്റ് ആവും. പക്ഷെ അതിനൊപ്പം കൊണ്ട് ഈ പോറ്റിയെ സ്വീകരിച്ച് അവിടെ ഇരുത്തിയ ആളുകൾ ആരെന്നത് കൂടി വ്യക്തമാകണം. അല്ലെന്നേ, നമ്മളിപ്പോ ഈ ബിരിയാണി ചെമ്പിലെ സ്വർണം തെളിഞ്ഞൊക്കെ ബിരിയാണി ചെമ്പിലെ സ്വർണ്ണമൊക്കെ അവിടെ കിട്ടെ കൃഷ്ണൻകുട്ടി. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആനയിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ ആണെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നുമല്ല. ഇപ്പോൾ പുറത്തു വന്ന കഥയനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നുമല്ല സ്പോൺസറൊക്കെ വേറെ ആളുകളൊക്കെയാണ്. അവിടെ കൊണ്ടുവന്ന ആളുകൾ നിൽക്കുമ്പോൾ ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്നതും ഇടതുപക്ഷം നിർദ്ദേശിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർക്കും സ്വാഭാവികമായി മിനിമം ധാർമ്മികമായിട്ടെങ്കിലും ഉത്തരവാദിത്തമുണ്ട്. ഇനിയും കാര്യങ്ങൾ വെളിയിൽ വരാതിരിക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോ എനിക്ക് പറഞ്ഞാലും മലയാളത്തിൽ പറയാൻ എനിക്ക് അറിയില്ല, ഇംഗ്ലീഷിൽ പറയാം. ഇറ്റ് ഈസ് ടു ഏർലി ടു ഡിസ്കസ് ദിസ്. ശരി, നേരത്തെ ആയി പോയി. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ ഇതിനെപ്പറ്റി വെളിയിൽ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് ഇതൊന്നും കൂടെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ നമുക്ക് പറയാൻ കൂടുതൽ കാര്യങ്ങൾ. ശരി, ഓക്കെ. കൃഷ്ണൻകുട്ടിയാണ് പ്രതികരിച്ചത്. ശ്രീ ബാബുരാജാണ് കാഞ്ഞങ്ങാട് നിന്നും. ശ്രീ ബാബുരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾ അവിടെ നിന്ന് സ്വർണ്ണപീഠം മോഷണം പോയി, കാണാതെ പോയി എന്നൊക്കെ പറയുന്നു. അവസാനം അന്വേഷിച്ചു വരുമ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ പിടികൂടുകയും ചെയ്യുന്നു, അയാളെ തന്നെ പിടികൂടുകയും ചെയ്യുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിപ്പം ശബരിമലയിൽ വിശ്വാസത്തിലാണ് ഈ ഭക്തന്മാർ വരുന്നത്. ഇതിപ്പോ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതായത് എത്രയും വേഗം തെളിയിച്ചിട്ട് അതിന്റെ സമാധാനത്തിൽ പോകണമെന്ന് എന്റെ അഭിപ്രായം. കാരണം ഒരുപാട് സ്വാമിമാർ ആ വിശ്വാസം കളയരുത്. കാരണം ശബരിമല അത്രയും വിശ്വാസമുള്ള സ്ഥലമാണ്. അതിനൊരിക്കലും ഒരു കോട്ടം തട്ടാൻ പാടില്ല. ആ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല. ദയവ് ചെയ്ത് ഇത് കണ്ടെത്തിയിട്ട് ശരിക്ക് അത് നിലനിർത്തി കൊണ്ടുപോകണമെന്ന എന്റെ അഭിപ്രായം. ബാബുരാജിന്റെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബിലെ കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അഭിലാഷ് എൻ എസ് പറയുന്നു, ദേവസ്വം ബോർഡ് കൂട്ടുപ്രതിയാണ് എന്ന് പറയുന്നു. അമ്പലങ്ങൾക്ക് ഭക്തർക്ക് വിട്ടുകൊടുക്കുക, പള്ളികൾ സർക്കാർ ഭരിക്കാൻ പറ്റുമോ എന്നൊക്കെ സുൽകുമാർ ചോദിക്കുന്നു. അമ്പലങ്ങൾ ഭക്തർ തന്നെയാണ് ഇപ്പോൾ. സർക്കാരിൻ്റെ ദേവസ്വം ബോർഡുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ അമ്പലങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്നത് ശ്രീ സുൽകുമാറിന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ താങ്കൾ ആ കാര്യം പഠിക്കുക എന്ന് ശ്രീ സുൽകുമാറിനോട് പറയാനുള്ളൂ. എ കെ കൃഷ്ണൻകുട്ടി പറയുന്നു, പിണറായി സർക്കാരിനെ മോശമാക്കാൻ പോറ്റിയെ സ്പോൺസർ ചെയ്ത ആരെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കൊച്ചുണ്ണി ഒന്നുമല്ല, ഇത് വെച്ച് നോക്കിയാൽ ശുദ്ധപാവമെന്ന് സുനിൽകുമാർ പറയുന്നു. എന്തായാലും അത്തരം അവർ തമ്മിലുള്ള ചില തർക്കങ്ങളൊക്കെയാണ് മറ്റേത്. ഒരു കള്ളത്തരവും ഈ സർക്കാരിൻ്റെ കാലത്ത് നടക്കുകയില്ല, എല്ലാ വിഗ്രഹങ്ങളും ട്രൂപ്ലിക്കേറ്റ് ആക്കി എന്ന് ജയകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ ഗോളാന്തരയാത്ര പറഞ്ഞു, ഇന്നും കമ്മികളാരും സംസാരിക്കില്ല എന്ന് തോന്നുന്നു, ക്യാപ്സ്യൂൾ വരാൻ വൈകുന്നു എന്നൊക്കെ പറയുന്നു.
എന്തായാലും എല്ലാ പാർട്ടിക്കാരും സംസാരിക്കുന്ന ആളുകളൊക്കെ സ്ഥിരമായി വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരാൾ വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല, എല്ലാം കൂട്ടുകച്ചവടമാണെന്ന് സുനിൽകുമാർ പറയുന്നു. ചിലപ്പോൾ അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ നടക്കേണ്ടതല്ല ഇതൊന്നും. ഇതുകൊണ്ടാണ് ഒരു വിഭാഗം മറ്റുള്ളവരെ ക്ഷേത്രഭരണത്തിൽ നിന്നും അനുബന്ധ കാര്യങ്ങളിൽ നിന്നും അടുപ്പിക്കാത്തത് എന്ന് സന്തോഷ് കുമാർ പറയുന്നു. ക്ഷേത്രഭരണത്തിലൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ ആളുകൾ മറ്റുള്ള ആളുകളൊക്കെ അടുപ്പിക്കാതിരിക്കുന്നതിന് പിന്നിൽ ക്ഷേത്രത്തിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടാവാൻ സാധ്യത ഉള്ളത് തന്നെയാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് താനും. സർക്കാരിനെ സ്ഥിരപ്പെടുത്താനാണ് ഇതുപോലെയുള്ള അഭ്യാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ചിലർ തമ്മിലുള്ള തർക്കങ്ങളാണ് കൂടുതൽ ഇതായി നിൽക്കുന്നത്. തർക്കങ്ങൾ തൽക്കാലം വായിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അത്തരം തർക്കങ്ങളൊക്കെ നമ്മൾ വിടുകയാണ്. നമുക്ക് പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഗൂഢാലോചന കോൺഗ്രസും BJP കളിക്കുന്നത് നടത്തട്ടെ. പിന്നെ ഒരു കാര്യം, ഈ നിങ്ങളെ ചാനലല്ല, 1-2 ചാനലുകാരന്മാർ പറഞ്ഞുകൊണ്ട് നടന്നത് വാടിച്ച് മുഖ്യമന്ത്രിയെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കണമെന്നാണ് പറയുന്നത്. എന്തുമാത്രം തെണ്ടിത്തരന്മാർ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ല. ഇവന്മാർ പറഞ്ഞ ഒരു കാര്യവും യാക്കണില്ല. ഇപ്പൊ ഇനി അടുത്ത ഈ വേറെ ഒന്നും കൊണ്ടുവരും, ഒരു കാര്യം യാക്കൂല. കോൺഗ്രസിന്റെ നാശകാല കേരളത്തില്. ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കെ. എന്തായാലും മുഖ്യമന്ത്രി അടിച്ചോട്ട് പോയെന്നൊന്നും ആരും പറഞ്ഞില്ല, അങ്ങനെ ഇല്ല. ശ്രീ മുരളിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ മുരളി, താങ്കൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നത് CPM അല്ലയോ സാറേ? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ? അതെ, CPM ആണ് ഭരിക്കുന്നത്. CPM-ന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന ഭരണവും നടക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു കൺട്രോളിലാണ് ശബരിമലയുടെ പ്രവർത്തനവും നടക്കുന്നത്. അങ്ങനെ വരുമ്പോ അവിടുത്തെ ഒരു സ്വർണ്ണപീഠം ദ്വാരപാലകന്മാർ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർണ്ണ പീഠകത്തിനകത്തുനിന്ന് സ്വർണ്ണപീഠകം നേരത്തെ പോവുകയും അത് പിന്നെ മോഷണം പോവുകയും അത് എവിടാന്നറിയാൻ വയ്യാതെ ഒക്കെ വന്നപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം CPM-നും ദേവസ്വം ബോർഡിനുമാണ്. അത് നിഷേധിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ദേവസ്വം ബോർഡാണ് കുറ്റവാളികൾ. ദേവസ്വം ബോർഡ് കുറ്റവാളികളാണെന്ന് പറയുമ്പോൾ CPM ആണ് അതിന്റെ കുറ്റക്കാര്. കാര്യം CPM-ന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് മെമ്പർമാരാണ് ശബരിമല ഭരിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ CPM-ഉം സർക്കാരും ശബരിമലയുടെ പരിശുദ്ധിയെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി 2 വർഷമായിട്ട് ആവുന്ന ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തൊക്കെയായിരുന്നു 2 വർഷമായിട്ട് ശബരിമലയുടെ ഇതിനെ മോശമാക്കാൻ വേണ്ടി CPM ശ്രമിച്ചത്? അതെ, നമുക്ക് ഇപ്പൊ സാറ് ഞാൻ സംസാരിച്ച് നിർത്തുന്നതിന് മുമ്പ് നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് പറയാൻ ഒക്കത്തില്ല. അല്ല, താങ്കൾ ഇത് പറയൂ. പറയാം. അത് ഞാൻ പറയാം. നമ്മളെ ഏതൊരു ക്ഷേത്രത്തിന്റെയും ഒരു അടിസ്ഥാനപരമായ വിശ്വാസം നിലനിൽക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ ആചാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് സാറിന് സമ്മതിക്കാമല്ലോ? സമ്മതിക്കില്ല. അതിന്റെ താങ്കൾക്ക് അടുത്ത് പരിചയമുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കഴിഞ്ഞ 100 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആചാരം അതേപടി ഇപ്പോഴും നിലനിൽക്കുന്നതായി ഒരു ക്ഷേത്രം ചൂണ്ടിക്കാണിക്കാമോ? അയ്യോ, എത്രയോ ഒരു ക്ഷേത്രം ചൂണ്ടിക്കാണിക്കൂ. താങ്കൾ കൊല്ലംകാരനാണല്ലോ. കൊല്ലത്ത് എത്രയോ പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അതേ ആചാരം ഈ മട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ശരി, എന്റെ ഒരു കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അറക്കൽ ദേവി ക്ഷേത്രം. അല്ല, അത് ഏതെങ്കിലും അറിയുന്ന ക്ഷേത്രം, എനിക്ക് എന്റെ പരിമിതി കൊണ്ടായിരിക്കും. കൊല്ലത്ത് പ്രമുഖമായ എത്രയെങ്കിലും ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോളൂ. ആ ഒരു ക്ഷേത്രത്തിലും 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആചാരങ്ങളല്ല ഇപ്പോഴുള്ളത്. എന്തിന് 50 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആചാരങ്ങൾ പോലും അല്ല ഇപ്പോഴുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സാറിന്റെ ശ്രദ്ധയെ പഴനിയിലെ ശ്രീമുരുക നമ്മുടെ പഴനി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയൊക്കെ എന്തെല്ലാം മാറി. പളനി ക്ഷേത്രത്തിലടക്കം ആചാരങ്ങളിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയല്ലേ എല്ലാ ക്ഷേത്രങ്ങളും മുന്നോട്ട് പോകുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാം, കേരളത്തിലെ ഏതെങ്കിലും വല്ല കാവുകളോ അങ്ങനത്തെ ഏതെങ്കിലും ചെറിയ സംഭവങ്ങളല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഏത് ക്ഷേത്രം എടുത്തുകൊണ്ടേ എല്ലാ ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ 100 കൊല്ലത്തിനുള്ളിൽ ആചാരങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആചാരങ്ങളല്ല ഒരു ക്ഷേത്രത്തെ നിലനിർത്തുന്നത്. ആചാരങ്ങളുടെ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു ക്ഷേത്രവും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാറ് ഒരു ആചാരം മാറിയ ഒരു ക്ഷേത്രത്തിന്റെ ഒരു സംഗതി ഒന്ന് പറ. താങ്കളുടെ വീടിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിന്റെ പേര് പറ. ഞങ്ങളുടെ വീടിനടുത്ത് അറക്കൽ ദേവി ക്ഷേത്രം പാറക്കൽ ദേവി ക്ഷേത്രം 1 നൂറ്റാണ്ടായുള്ള ക്ഷേത്രമാണോ? ആണോ? അതെ. താങ്കൾക്ക് എന്തായാലും ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 55 വയസ്സുണ്ട്. 55 വയസ്സുണ്ട്. താങ്കളുടെ ഒരു അച്ഛന്റെയോ കാലത്ത് കണക്കൂട്ടു. അച്ഛന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം 60 വർഷം മുമ്പ്
ആ ഒരു കാലത്ത് ഉണ്ടായിരുന്ന കുറെ കഥകളൊക്കെ താങ്കൾക്ക് എന്തായാലും സ്വാഭാവികമായും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കാലത്ത് ഈ സമൂഹത്തിലെ ഹിന്ദു സമുദായത്തിലെ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിനകത്ത് കയറി പ്രവേശിച്ച് അവിടെ നിന്ന് ആരാധന നടത്താൻ അവകാശം ഉണ്ടായിരുന്നു. അത് ഞാൻ സാറിനടുത്ത് പറയാം. സാറ് പറയുന്നത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് സാറ് ഇറങ്ങി നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് പൊയ്ക്കോളായിരുന്നു. ഞാനെങ്ങനെ കട്ടിട്ട് പോകുന്നില്ല. എന്നാല് സാറ് പറഞ്ഞതിന്റെ അടിസ്ഥാനം അരക്ക ക്ഷേത്രത്തിൽ ഇപ്പൊ നൂറ്റാണ്ടുകളുടെ ചരിത്രം കിടക്കുന്നെങ്കിലും അവിടെ വിളക്ക് കത്തിച്ചു തുടങ്ങുന്നത് ഞങ്ങളുടെ കുടുംബക്കാരാണ്. അതിന് അച്ഛന്റെ അച്ഛനും ഒക്കെയാണ് അവിടെ ക്ഷേത്രത്തിൽ നിലവിളക്ക് കത്തിച്ചു തുടങ്ങുന്നത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് പുരോഗമിച്ച് വന്നപ്പോ ദേവസ്വം ബോർഡ് അവിടേക്ക് എത്തപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോഴും അവിടെ അരക്ക ക്ഷേത്രത്തിൽ പൂജാരി ഞങ്ങളുടെ കുടുംബക്കാരാണ് അരക്ക ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ക്ഷേത്രത്തിന് അങ്ങനെ കൃത്യമായി ചോദിച്ചാൽ അറിയില്ല. എന്തായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളിലെല്ലാം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും പ്രവേശിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അതൊക്കെ പ്രവേശനമൊക്കെ നേടിയിട്ട് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പോലുമില്ല. അതൊന്നും മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമല്ല, ഇതിന് പള്ളികളായാലും ഏത് കാര്യമായാലും അവിടെയെല്ലാം ഒരുപാട് ആചാരങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ആചാരങ്ങൾ മാറി മാറിയാണ് മനുഷ്യൻ പുരോഗമിക്കുന്നത്. അങ്ങനെ ആചാരങ്ങളെ അല്ല ഒരു ക്ഷേത്രങ്ങളിലെ നിലനിൽപ്പിന്റെ ആധാരം, ഒരു പള്ളികളിലെ നിലനിൽപ്പിന്റെ ആചാരങ്ങളല്ല. ആചാരങ്ങൾ മാറാനുള്ളതാണ്. അത് മാറണം. മാറി മാറിയേ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയൂ. ആചാരങ്ങൾ മാറണമെന്ന് പറയുന്നത് സാറ് പറയുന്നത് അവിടുത്തെ സാമൂഹ്യമായ അല്ലെങ്കിൽ ശരി, ഓക്കെ ശ്രീ മുരളി, നമ്മുടെ സമയം ഒരുപാടായി. മുരളിക്ക് സംസാരിക്കാൻ കിട്ടി അത് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമലയിലെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണപീഠം മോഷണം പോയെന്ന് ഒരാൾ പരാതി പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറാണെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ആ രേഖകളിൽ അങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപീഠം കണ്ടെടുക്കുകയും ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത് ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഫലം എന്നാണ് പറയാനുള്ളത്. പിന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച വന്നിട്ടുണ്ട്. അവിടെ വരുന്ന സാധനങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒരു രജിസ്റ്റർ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിന് അവർ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമായിരുന്നു. കാരണം ഇതിപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇങ്ങനൊരു ആരോപണം പറഞ്ഞെങ്കിൽ ഈ സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരയുടെ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇതിങ്ങനെ കാണാതില്ല എന്ന് ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞെങ്കിൽ ഇത് UDF-ഉമായിട്ടൊരു ഗൂഢാലോചന കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശന്റെയും കൃഷ്ണൻ പോറ്റിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒരാഴ്ച തൊട്ടുള്ള ഫോൺ കോളുകൾ മുഴുവൻ പരിശോധിക്കണം. കാരണം അത് അത്രയും സംശയിക്കേണ്ടിയിരിക്കുന്നു. സതീശിനെ പോലുള്ള ആൾക്കാര് ഈ LDF-ന്റെ ഈ പരിപാടി പരാജയപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ ഏത് കളിയും കളിക്കാൻ മടിയില്ലാത്തൊരു പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഷ്ട്രീയമായ എതിരാളിയായിരിക്കാം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കും. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇത്രയും മോശം ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല. അതെന്താണ് തോമസ്? എല്ലാ കാലത്തും പ്രതിപക്ഷ നേതാക്കൾ ഇരിക്കുമ്പോൾ ഏത് പാർട്ടിക്കാരെങ്ങനെ പറയുന്നു ഇത്രയും മോശം? അത് VS അച്യുതാനന്ദനെ പോലുള്ള പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയെ പോലുള്ള പ്രതിപക്ഷ നേതാവും ഒക്കെ കേട്ടതാണ്. ഇവരാണ് ഈ പാർട്ടിയുടെ ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെന്ന്. അവരാരും അത്ര മോശക്കാരൊന്നും ആയിരുന്നില്ല. അവര് മോശപ്പെട്ടാണെങ്കിൽ അവർക്ക് ഒരു മിനിമം ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യരാണ്. ശരി തോമസ്, ഓരോരുത്തർക്കും ഓരോ കാലത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിമാരെ കുറിച്ചും പ്രതിപക്ഷ നേതാക്കളെ കുറിച്ചും ഒക്കെ അഭിപ്രായം പറയുന്നതാണ്. ഇത്രയും മോശപ്പെട്ട മുഖ്യമന്ത്രിയോ ഇത്രയും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവൊന്നും ഇല്ല എന്ന്. അത് കാലത്തിൽ എല്ലാവരും കേൾക്കേണ്ടി വരുന്നതുമാണ്, പ്രവർത്തിക്കുന്ന എല്ലാവരും കേൾക്കേണ്ടി വരുന്നതുമാണ്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ, അധികം സമയമില്ലാത്തതാണ് പെട്ടെന്ന് പറയാം. എനിക്കും അവസാനിപ്പിക്കണം. മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയൊരു നമസ്കാരം ആദ്യം തന്നെ പറയട്ടെ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സഹോദരിയുടെ വീട്ടിൽ വെച്ചിട്ട് വീണ്ടും പരാതി പറഞ്ഞ അദ്ദേഹത്തിന് ഒരു നമസ്കാരം കൊടുത്താൽ പോരാ, വലിയ നല്ല നമസ്കാരം കൊടുക്കണം. പിന്നെ നേരത്തെ ഒരു പ്രതികരണം കേട്ടു, ദേവസ്വം ബോർഡ് ഓടിപ്പോയിട്ട് ഒരു ക്ഷേത്രം എടുക്കില്ല, ഇവർക്ക് കൊണ്ട് നടക്കാൻ കഴിവില്ലാണ്ട് അങ്ങനെയുള്ള അമ്പലങ്ങളാണ് ദേവസ്വം ബോർഡ് പോയിട്ട് എടുക്കുക. അല്ലാണ്ട് ഒരു വിളക്ക് തിരിയോടെ കത്തിക്കാൻ പോലും കഴിവില്ലാത്ത അമ്പലങ്ങളാണ് ഈ ദേവസ്വം ബോർഡ് പോയിട്ട് എടുക്കുന്നത്. പിന്നെ ദേവസ്വം ബോർഡിന്റെ നേരത്തെ ഒരു പ്രതികരണം കേട്ടു, ശരിയാണ്, ദേവസ്വം ബോർഡ് ഓരോ സാധനങ്ങളും കൊണ്ടുപോകുമ്പോൾ കൃത്യമായി രജിസ്റ്റർ രേഖപ്പെടുത്തണം. അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണ്, അത് നോക്കണം. ഇതിനു മുന്നേ ദേവസ്വം അവിടെ ശബരിമലയിലുള്ള ഉരുളിയും പാത്രങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോയൊരു നേതാവിന്റെ അനിയനാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, സാറിന് അറിയായിരിക്കും. അവിടെ അതിപ്പോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉരുളി അടക്കം മോഷ്ടിച്ചു കൊണ്ടുപോയി വിറ്റ് അതിന്റെ കാര്യങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ അറിയില്ല, ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, എനിക്ക് സമയം
കുറവാണെന്ന് അറിയാൻ ശരി, നോക്കിയത്. എന്നാലും നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ അല്ലാതെയുള്ള ചില ഗൂഢാലോചന ഉണ്ട് എന്നുള്ള സംശയമാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പ്രകടിപ്പിച്ചത്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഒരു സാധനം ശബരിമലയിൽ നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വമെങ്കിലും ദേവസ്വം ബോർഡിനും ഉണ്ടായിരുന്നു. ഈ സ്പോൺസർ എന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ അവിടെ എത്തുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാനും അയാൾ എങ്ങനെയുള്ള ആളാണ് എന്നതൊക്കെ പരിശോധിച്ച് അയാളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനുള്ള ബാധ്യത അന്നത്തെ കാലത്ത് ദേവസ്വം ബോർഡ് ഭരിച്ചവർക്കും ഒക്കെ ഉണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സമഗ്രമായ അന്വേഷണത്തിൽ നിന്ന് ആരാണ് ശരിയായ കുറ്റവാളികൾ, ആരാണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കള്ളങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരണം എന്നത് തന്നെയാണ് പൊതുവായി പ്രേക്ഷകരുടെ വികാരം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.